നമ്മുടെ സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള ക്യാമറ യൂണിറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇറങ്ങിയാൽ അപ്പൊ എല്ലാവർക്കും നിൽക്കാൻ പറ്റും. അപ്പോ സ്മാർട്ട് സിറ്റി പദ്ധതിയെ ബന്ധപ്പെട്ട് ഇടയ്ക്കിടെ ഇതുപോലെ പ്രവൃത്തി നേരിട്ട് പരിശോധിക്കുകയും അതുപോലെ തന്നെ യോഗങ്ങളും ഞങ്ങൾ നടത്തുന്നുണ്ട്. പൊതുമരാമത്ത് വകുപ്പിന്റെ സെക്രട്ടറി തന്നെ ദൈനംദിനമെന്നോണം ഇത് പരിശോധിക്കുന്നു. 63 പ്രധാനപ്പെട്ട റോഡുകളാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിൽ ഏൽപ്പിച്ചിട്ടുള്ളത്. KRFB ആണ് അത് നടത്തുന്ന ഏജൻസി. മറ്റ് 40 റോഡുകൾ സ്മാർട്ട് സിറ്റി നേരിട്ട് അതിന്റെ പ്രവൃത്തി പരിശോധിക്കുകയാണ്, പ്രവൃത്തി നടത്തുകയാണ്. അത് തിരുവനന്തപുരം കോർപ്പറേഷൻ കൂടി അതിൽ ശ്രദ്ധിക്കുന്നു. മേയർ ഉൾപ്പെടെ അതിൻ്റെ റിവ്യൂ യോഗങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ആ 40 റോഡുകളുടെ ഈ റോഡ് 63 റോഡ്, അതിൽ പ്രധാനമായും 2 റോഡുകൾ ഇപ്പോൾ തുറന്ന് പ്രവർത്തിപ്പിച്ചു. കലാഭവമണി റോഡും മാനവീയം വീതിയും. 12 റോഡുകൾ കരാറുകാരനെ മൊത്തം റോഡുകളിലെടുത്ത കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്ത് വെവ്വേറെ സെപ്പറേറ്റ് ടെൻഡർ വിളിച്ച് നൽകി അതിൻ്റെ പ്രവൃത്തി നടക്കുന്നു. ഇതിന് പുറമെ ഇതിലുള്ള 28 റോഡുകൾ, പ്രധാനപ്പെട്ട റോഡുകൾ, ഈ റോഡടക്കം 28 റോഡുകൾ അത് ഏറ്റെടുത്തു. അതിൻ്റെ BM, BC, ഓവർലേ, ഡ്രെയിനേജ് വർക്ക്, മറ്റ് എല്ലാ നിലയിലുള്ള സെക്യൂരിറ്റി, മറ്റ് സേഫ്റ്റി വർക്കുകളൊക്കെ തന്നെ ഏറ്റെടുത്ത് നടത്തുന്നു. ഈ റോഡ് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ അടങ്ങിയ റോഡാണ്. ഒരു ആശുപത്രിയുടെ തൊട്ടടുത്തുണ്ട്. ഫെബ്രുവരി അവസാനം ഈ റോഡ് ഉൾപ്പെടെയുള്ള റോഡുകൾ തുറന്നു കൊടുക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ രാവിലെ മാത്രമല്ല രാത്രിയും പ്രവൃത്തി നടത്തി 24/7 എന്നുള്ള നിലയിൽ ഇതിൻ്റെ പ്രവൃത്തികൾ നടത്തിയതിൻ്റെ ഭാഗമായി ഈ 28 റോഡുകളിൽ 25 റോഡുകൾ ഫെബ്രുവരി 20 മുമ്പ് തന്നെ തുറന്ന് പ്രവർത്തിപ്പിക്കാനാകുമെന്നുള്ള സന്തോഷ വിവരം അറിയിക്കുകയാണ്. ഈ റോഡ് ഇന്ന് തന്നെ ഇതിൻ്റെ BM കഴിയും. നാളെ മുതൽ ഈ റോഡ് അല്ലേ, അങ്ങനെയല്ലേ നമ്മൾ നാളെ BC ചെയ്യും. അതോടെ ഉടനെ തന്നെ ഈ റോഡും തുറന്ന് പ്രവർത്തിപ്പിക്കാനാകും. നമ്മൾ നിശ്ചയിച്ചതിനേക്കാൾ ഒരു 10 ദിവസം നേരത്തെ തന്നെ കഠിനാധ്വാനം, ഒരു ടീം വർക്കിൻ്റെ ഭാഗമായി എല്ലാവരും ഒരുമിച്ച് നിന്ന് നടത്തിയതിൻ്റെ ഭാഗമായി തുറന്ന് പ്രവർത്തിപ്പിക്കാൻ ആകുന്നതാണ്. ഞാൻ എൻ്റെ മറ്റ് ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഇത് ഏറെ സഹായകരമാണ്. പ്രത്യേകിച്ച് ആറ്റുകാൽ പൊങ്കാല വരുന്നൊരു ഘട്ടത്തിൽ അതിനു മുമ്പ് തന്നെ പ്രധാനപ്പെട്ട 25 റോഡുകൾ പറഞ്ഞ തീയതിക്ക് മുമ്പ് തന്നെ അതിൻ്റെ BM ചെയ്ത് പിന്നീട് BCയും ചെയ്ത് തുറന്ന് പ്രവർത്തിപ്പിക്കാനാകുമെന്നുള്ളത്, നാടിന് ഉപയോഗിക്കാനാകുമെന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. ഇതിൻ്റെ പ്രവൃത്തി നിങ്ങൾ ഇവിടെയാണുള്ളത്, അവിടെയാണ് കാര്യമായിട്ട് വർക്ക് നടക്കുന്നത്. വളരെ വേഗത്തിലാണ് നടക്കുന്നത്. ഉദ്യോഗസ്ഥരവിടെ ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ചീഫ് എഞ്ചിനീയർ ഇവിടെ തന്നെ ഉണ്ട്. PWD സെക്രട്ടറി വന്നിട്ടുണ്ട്. ഉദ്യോഗസ്ഥരുടെ ടീം വന്നിട്ടുണ്ട്. ആ നിലയിൽ തന്നെ കാര്യങ്ങൾ പരിശോധിച്ച് പോവുകയാണ്. ഇതോടൊപ്പം ഈ റോഡ് പരിപാലനം, റോഡ് പരിശോധനയ്ക്കായി ഒരു മിഷൻ ടീം ഇപ്പോൾ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നു. കേരളത്തിലെ 14 ജില്ലകളിൽ മിഷൻ ടീം 45 ദിവസത്തിലൊരിക്കൽ റോഡുകളിലൂടെ സഞ്ചരിച്ച് പൊതുമരാമത്ത് വകുപ്പിൻ്റെ മറ്റ് പ്രവർത്തികൾ, അത് കെട്ടിടമായിക്കോട്ടെ, റെസ്റ്റ് ഹൗസ് പോലുള്ള പ്രവർത്തികളൊക്കെ തന്നെ പരിശോധിച്ച് പോകുന്ന പ്രവൃത്തി ഫലപ്രദമാണ്. 45 ദിവസത്തിന് ഇടവിട്ട് ഒരു IAS ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ PWD കീഴിൽ പ്രവർത്തിക്കുന്ന, PWD വിവിധ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന IAS ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ചീഫ് എഞ്ചിനീയർമാർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ, സൂപ്പർണ്ടിംഗ് എഞ്ചിനീയർമാർ, അങ്ങനെയുള്ളൊരു സ്പെഷ്യൽ ടീമാണ്. ഒരു മിഷൻ ടീം 45 ദിവസം ഇടവിട്ട് ജില്ലകളിലെ റോഡുകളിലൂടെ സഞ്ചരിച്ച് പരിശോധിക്കുകയാണ്. റോഡ് മാത്രമല്ല മറ്റു പ്രവൃത്തിയും പരിശോധിക്കുകയാണ്. പൊതുവെ ഉയർന്നു വന്നിരുന്നൊരു പ്രശ്നം ഉദ്യോഗസ്ഥർ ഓഫീസിൽ മാത്രം ഇരിക്കുന്നു എന്നുള്ളതാണ്. ഓഫീസിലിരുന്ന് ചെയ്യേണ്ടത് ഓഫീസിലിരുന്ന് ചെയ്യണം. എന്നാൽ PWD മാനുവൽ പറയുന്നത് പ്രകാരം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ, ഓവർസിയർ എന്നിവർക്ക് ചുമതലപ്പെടുത്തിയ ഇത്ര കിലോമീറ്റർ റോഡുകളുണ്ട്. ആ റോഡുകളിലൂടെ സഞ്ചരിച്ച് കാര്യങ്ങൾ പരിശോധിക്കാൻ ഇതിലൂടെ നിർബന്ധിതരാവുകയാണ്. മുകളിലുള്ള PWD സെക്രട്ടറി തന്നെ ഇതിന് നേതൃത്വം കൊടുക്കുമ്പോൾ, ചീഫ് എഞ്ചിനീയർമാർ തന്നെ ഇതിന് നേതൃത്വം കൊടുക്കുമ്പോൾ, ഉത്തരവാദിത്തപ്പെട്ട IAS ഉദ്യോഗസ്ഥന്മാർ തന്നെ ഇതിന് നേതൃത്വം കൊടുക്കുമ്പോൾ, സൂപ്പർണ്ടിംഗ് എഞ്ചിനീയർമാർ പറഞ്ഞ സമയത്ത് അവർക്ക് താഴോട്ട് പോകേണ്ടി വരുന്നു.
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർക്ക് പോകേണ്ടി വരുന്നു, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർക്ക് പോകേണ്ടി വരുന്നു, അസിസ്റ്റന്റ് എഞ്ചിനീയർമാർക്ക് പോകേണ്ടി വരുന്നു, ഓവർസിയർ വരെ നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ സമയം ഇതിനു വേണ്ടി ചെലവഴിക്കും. ഇത് റോഡുകളുടെ പ്രവൃത്തിയുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ സഹായകരമാകുന്നു, റോഡുകളുടെ പരിപാലനം ഉറപ്പുവരുത്താൻ സഹായകരമാകുന്നു, കെട്ടിടങ്ങളുടെ പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ സഹായകരമാകുന്നു, റെസ്റ്റ് ഹൗസുകളുടെ പൊതുസ്ഥിതി പരിശോധിക്കുന്നതിന് സഹായകരമാകുന്നു. ഏറെ മാറ്റം പൊതുവെ ഈ സംവിധാനത്തിൽ വരുന്നു. തലസ്ഥാനത്തെ സ്മാർട്ട് സിറ്റി പദ്ധതി സമയബന്ധിതമായി പറഞ്ഞ സമയത്തേക്കാൾ നേരത്തെ പൂർത്തീകരിക്കാനാകുന്നത്, പ്രത്യേകിച്ച് ഈ ആറ്റുകാൽ പൊങ്കാലയുടെ മുമ്പ് 25 റോഡുകൾ തുറന്നു കൊടുക്കാനാകുന്നത് എല്ലാ നിലയിലും ജനങ്ങൾക്ക് ആശ്വാസകരമാണ്. കഴിഞ്ഞ പ്രാവശ്യം മിനിസ്റ്റർ അധികാരത്തിലെത്തിയതിനു ശേഷം PWD ആരെയും മുഖം കാണുന്നില്ല കേട്ടോ. വാട്ടർ അതോറിറ്റി തമ്മിലൊരു തയ്യപ്പാക്കി ടാറിങ് കഴിഞ്ഞതിന് ശേഷം കുഴിക്കരുതെന്നൊരുതിലുണ്ട്. കഴിഞ്ഞ ദിവസം നഗരത്തിന്റെ പ്രധാന വീതികളിലൊക്കെ തന്നെ പൈപ്പ് പൊട്ടുകയും റോഡുകൾ തകരുകയും ചെയ്തിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ നിലവിൽ PWD ആയിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷനും അതിനൊരു സംവിധാനമുണ്ട്, ഒരു സമിതി ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ പറഞ്ഞതുപോലെ ചില വിഷയങ്ങൾ പരിശോധിക്കാൻ മന്ത്രിതലത്തിൽ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. സെക്രട്ടറി തലത്തിൽ ഓൾറെഡി ഈ മീറ്റിംഗ് നടക്കുന്നുണ്ട്. PWD സെക്രട്ടറി ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ടൊരു മീറ്റിംഗ് ഇറിഗേഷന്റെ സെക്രട്ടറിയുമായി നടത്തിയിട്ടുണ്ട്. കുടിവെള്ളത്തിന് വേണ്ടി വലിയൊരു നമ്പർ റോഡ് 1200ഓളം റോഡുകളാണ് കേരളത്തിൽ ഇപ്പോൾ മുറിച്ച് നൽകേണ്ട. സ്വാഭാവികമായിട്ട് ജനങ്ങൾക്ക് കുടിവെള്ളം ആവശ്യമാണ് ഭാഗമായി വരുന്നത്. അത് പഴയതുപോലെ റീസ്റ്റോർ ചെയ്യുന്നില്ല എന്നുള്ളൊരു പ്രശ്നം പരിഹരിക്കാൻ മന്ത്രി തലത്തിൽ ഇപ്പോൾ ചർച്ച നടക്കും. സെക്രട്ടറി തലത്തിൽ ഇന്നലെയും ഇതിൻ്റെ യോഗം നടന്നു. കാര്യങ്ങൾ സ്മൂത്തായി പോകേണ്ടതുണ്ട്. ഇത് ഇപ്പോൾ BMNBC റോഡാണെങ്കിൽ BMNBC റോഡ് മുറിച്ചു കഴിഞ്ഞാൽ അത് പഴയ സ്ഥിതിയിലേക്ക് എത്തണം. ഒരു റോഡ് കീറിക്കഴിഞ്ഞ് പൈപ്പിട്ട് കഴിഞ്ഞാൽ അത് പഴയതുപോലെ എത്തിയിട്ടില്ലെങ്കിൽ അത് അവിടെ മുഴച്ചു നിൽക്കും. അത് പിന്നെ ആ റോഡിനെ ആകെ തകർച്ചയിലേക്ക് എത്തിക്കും. ഇത് ഫലപ്രദമായി ചെയ്യാൻ പറ്റുന്നത് ഈ റോഡ് നിർമ്മാണം നടത്തിയ PWD കരാറുകാർക്ക് തന്നെയാണ്. അപ്പോൾ ഒരു പൈപ്പിട്ട സ്ഥലം, ആ പൈപ്പിട്ട സ്ഥലം അത് പഴയതുപോലെ തന്നെ റീസ്റ്റോർ ചെയ്യുമ്പോൾ അത് റീസ്റ്റോർ ചെയ്യുന്ന മാത്രം ചിലവല്ല വരുന്നത്, ആ റോഡിൻ്റെ 2 ഭാഗത്തും അതിൻ്റെ ഭാഗമായി വരുന്ന പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ വെച്ചിട്ടാണ് കരാറുകാരും മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മന്ത്രിതലത്തിൽ ബാക്കി ചർച്ച ചെയ്ത് പരിഹരിച്ച് പോകാനാകും എന്ന് തന്നെയാണ് കരുതുന്നത്. മിനിസ്റ്ററുടെ ഈ മിന്നൽ പരിശോധന ഈ തരത്തിലുള്ള റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് തുടരാൻ സാധ്യതയുണ്ടോ? അത് ഇത് തുടർന്ന് തന്നെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം മന്ത്രി എന്നുള്ള നിലയിൽ മാത്രമല്ല, ഞങ്ങളൊരു ടീം, ഒരു മിഷൻ ടീം, ഞാൻ പറഞ്ഞല്ലോ, ഒരു മിഷൻ ടീമിനെ ഇതിനു വേണ്ടി രൂപീകരിച്ചിട്ടുണ്ട്. എല്ലായിടത്തും പോകണം. ഒരു ജില്ലയിൽ ഒരു നിശ്ചിത ദിവസത്തിനകം ആ ടീം ലീഡറുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പരിശോധന നടക്കുന്നു. ഇന്നലെ മിഞ്ഞാന്നൊക്കെ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണോ പോരായ്മ, ആ പോരായ്മ ഹെഡ്ക്വാർട്ടേഴ്സിൽ റിപ്പോർട്ട് ചെയ്ത് ആ പോരായ്മ പരിശോധിച്ച് പോകണം. റോഡിൻ്റെ പ്രവൃത്തി രാത്രി നടത്തുമെന്ന് വാക്ക് തന്നാൽ പോരാ, നടത്തുന്നുണ്ടോ എന്നുള്ള പരിശോധന ഉദ്യോഗസ്ഥർ നടത്തണം, ഉത്തരവാദിത്തപ്പെട്ടവർ നടത്തണം. അത് ഉയർന്ന് PWD സെക്രട്ടറി തന്നെ ഫീൽഡിൽ ഇറങ്ങുമ്പോൾ, മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇറങ്ങുമ്പോൾ താഴോട്ടും അതിൻ്റെ ഭാഗമായി ഗുണമുണ്ടാവും. ആ നിലയിൽ തന്നെയാണ് ഏത് സമയത്തും റോഡ് പ്രവൃത്തി നടക്കുന്നിടത്ത് വരിക, ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ടോ എന്ന് പരിശോധിക്കുക, പറഞ്ഞത്ര തൊഴിലാളികളുണ്ടോ എന്ന് പരിശോധിക്കുക, പറഞ്ഞതുപോലെയാണോ കാര്യങ്ങൾ എന്നുള്ളത് പരിശോധിക്കുക. ഈ നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനാണ് ഒരു മിഷൻ ടീമിന് രൂപം കൊടുത്തിട്ടുള്ളത്. താങ്ക് യു. നിങ്ങൾ യഥാർത്ഥ വർക്ക് ആണെങ്കിൽ അങ്ങോട്ട് പോകണം. വൈഡ്
ശ്രദ്ധിക്കണേ. ഇപ്പോൾ പറഞ്ഞ